എത്ര ദൂരെയുള്ള നക്ഷത്രം ആയിക്കോട്ടെ, ഏതെങ്കിലും ഗ്രഹത്തിൽ നിന്നുള്ള പ്രകാശം ആയിക്കോട്ടെ, അതിൽ ഈ പറഞ്ഞ സോഡിയത്തിന്റെ അതേ വേവ് ലെങ്തിലുള്ള 2 ലൈൻ കണ്ടാൽ നമുക്ക് എന്താ മനസ്സിലാക്കാം? അവിടെ സോഡിയം ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇപ്പൊ അടുത്ത് പല ശാസ്ത്ര ഗവേഷകർ ഏതോ ഒരു ഗ്രഹത്തിൽ വെള്ളമുണ്ട് ഈ എമിഷൻ സ്പെക്ട്രം വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ അബ്സോർപ്ഷൻ സ്പെക്ട്രം വെച്ചിട്ടായിരിക്കും. അപ്പൊ ഈ സ്പെക്ട്രൽ സ്റ്റഡി എന്ന് പറയുന്നത് ഇന്നിപ്പോ ആകാശത്തെ സ്പേസിനെ മനസ്സിലാക്കാനുള്ള വലിയൊരു ഉപാധിയായി മാറി. സയന്റിഫിക് ടെമ്പർ, സയന്റിഫിക് കൾച്ചർ എന്ന് പറയുന്ന സംഭവങ്ങൾ ചെറിയ കുട്ടികളിൽ നിന്ന് വളർന്നു വരികയാണെങ്കിൽ അത് സമൂഹത്തെ തന്നെ വളരെ നല്ല രീതിയിലാണ് ബാധിക്കുക എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ആ ഒരു ഇനീഷ്യേഷനാണ് ഇവരുടെ ഭാഗത്തുനിന്നുള്ള, ഇവരുടെ സൊസൈറ്റിയുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത് തന്നെ അതാണ്. ശാസ്ത്രം നിത്യജീവിതത്തിലുള്ള സാധാരണക്കാരുടെ ഇടയിലേക്ക്, കുട്ടികളുടെ ഇടയിലേക്ക് എത്തിക്കുക, അതിന്റെ എല്ലാ ഗുണങ്ങളും അവർക്കും കൂടെ പകർന്നു അങ്ങനെ സമൂഹത്തെ നല്ലൊരു രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവരുടെ ഒരു കർത്തവ്യം. അപ്പോ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആരും ഈ കോഴ്സിൽ ചേർന്നിരിക്കുന്നത് ആരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാവാൻ സാധ്യതയില്ലല്ലോ. മറ്റൊരു കോഴ്സും കിട്ടാത്തത് കൊണ്ട് വന്നതല്ല, ഇതിനോട് താല്പര്യമുള്ളത് കൊണ്ട് വന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇത് പഠിക്കാനുള്ള ആഗ്രഹവും എല്ലാം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം കുറച്ച് ബുദ്ധിമുട്ടുകൾ എന്നല്ല, അതിനുവേണ്ടി കുറച്ച് ശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടി വരും. എന്തായാലും നമ്മൾ സാധാരണ ഒരു കവിത പഠിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററിയുടെ ഏതെങ്കിലും ഒരു ഭാഗം പഠിക്കുന്നത് പോലെയോ അത്രയ്ക്ക് എളുപ്പമാവാറില്ല പൊതുവിൽ ഇത്തരത്തിലുള്ള ഫിസിക്സിന്റെയോ കെമിസ്ട്രിയുടെയോ പാഠങ്ങൾ പഠിക്കുന്നത്, അല്ലെ? ഒരല്പം വ്യത്യാസം. നമ്മൾ സത്യസന്ധമായി പറഞ്ഞാൽ വെറുതെ നമ്മൾ എളുപ്പം എന്ന് പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് നമുക്ക്, അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് സുഖകരമാക്കുന്ന വിധത്തിൽ ഇതുപോലുള്ള ചില പ്രാക്ടിക്കൽ വശങ്ങളും പ്രാക്ടിക്കൽ സൈഡും കൂടെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, നിങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പേപ്പറുകളൊക്കെ അവതരിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഈ സുനിത മാഡത്തിന്റെ കയ്യിൽ ഫോൺ നമ്പർ കൊടുക്കണം. എന്നിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ എറണാകുളത്തെ സെന്റ് ആൽബർട്ട്സ് കോളേജിലെ ഒരു 3 കുട്ടികളാണ് നമ്മുടെ പരിപാടികൾക്ക് വേണ്ടി സംസാരിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ അറിവുകൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാം. എല്ലാ അറിവുകളും സമ്പാദിച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ഭൂമി കറങ്ങുന്നു എന്ന് ടെലസ്കോപ്പ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കും. അപ്പൊ ഭൂമി കറങ്ങുന്നില്ലെന്നും ഭൂമി പരന്നതാണെന്നൊക്കെ പറയുന്ന ചില ആളുകളൊക്കെ ഉള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ഉപകരണം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഭൂമി കറങ്ങുന്നു എന്ന് തെളിയിക്കും. ഇന്നിപ്പോൾ ജസ്റ്റ് വരിക, സൺസ്പോട്ട് കാണുക, അങ്ങനെ ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ നിന്നപ്പോൾ സാറായാലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇത്രയും കാലം എന്താ പറയുക, നമ്മളിപ്പോൾ സാർ അവിടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ആയിരുന്നു മറ്റേ ഭൂമിയുടെ ആ റൊട്ടേഷൻ്റെ കാര്യം സംഭവമൊക്കെ നമ്മൾ ഇത്രയും കാലം ഇമാജിൻ ചെയ്തതിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട് ഈ സംഭവങ്ങളൊക്കെ എന്ന് അപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ഇവിടെ വന്നിട്ട് ഇത് കാണുന്നതിൻ്റെ കൂടെ തന്നെ സാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ നമ്മളും അത് ഇങ്ങനെയൊക്കെ ആണ് ഈ സംഭവങ്ങൾ, ഇതൊന്നും അങ്ങനെ നമ്മൾ ചിന്തിക്കണില്ല, സ്ഥിരമായിട്ട് നമ്മളിപ്പോൾ ഇതൊന്നും ആലോചിക്കണില്ല. ഇതിങ്ങനെ നടക്കണു, ഒരു തിയറി ആണെങ്കിലും അങ്ങനെ പഠിക്കണു, പിന്നെ അതാണ്ട് വിടണു. അതല്ലാതെ ഇതിന് പിന്നിലും ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട്, നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം. ആ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഇന്ന് സാറ് പറയുമ്പോൾ നമുക്കും ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇതിൽ എന്താ പറയുക എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് ചെയ്യണം എന്നുള്ളൊരു ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായി. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു സംഭവം. ഞാൻ ഒരുപാട് കഥയും കവിതയൊക്കെ വായിക്കും. അപ്പോൾ അമ്പിളിമാമന് ഇഷ്ടമാണ്. അതെന്നും ഞാൻ അവിടെ കിഴക്ക വരുന്നതും പിന്നെ അത് മാറിപ്പോകുന്നുള്ളത് ട്രാക്ക് ചെയ്യുന്ന ആളാണ്. ഈ സൂര്യനും ഇത്രത്തോളം അത്ഭുതം ഉണ്ട് എന്നത് ഞാൻ വിചാരിച്ചിരുന്നത് ഇന്ന് വരെ സൂര്യൻ എന്നും അവിടെ നിൽക്കുന്നത് നട്ടുച്ചയ്ക്ക്. കാരണം സാറുമാർ വളരെ സിമ്പിളായിട്ടാണ് ഇത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് എത്രമാത്രം കോംപ്ലക്സ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ആ സാറിന്ന് ആദ്യത്തെ ക്ലാസ്സിൽ എത്ര സിമ്പിളായിട്ടാണ് പറഞ്ഞു തന്നുള്ള രീതി, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് എത്രമാത്രം എഫേർട്ട് എടുത്തിട്ടായിരിക്കും നമ്മുടെ മുന്നിൽ ജീവിച്ചിരുന്ന ആളുകളൊക്കെ ഇത് ഓരോ സംഭവങ്ങൾ ഡിറ്റർമൈൻ ചെയ്യുന്നതും പിന്നെ അവർ എത്രമാത്രം സമയം അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലൈഫൊക്കെ വളരെ ഈസി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് കാണുമ്പോൾ. കാരണം അത്രമാത്രം ഇവർ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിത് ഇന്ന് ഈ കാര്യങ്ങളൊക്കെ ഇത്ര എളുപ്പം പഠിക്കുന്നു. നമ്മൾ കലണ്ടർ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു, കലണ്ടറൊക്കെ ഇത്ര ഈസി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ലോകത്ത് കാണേണ്ട ഒരു രീതിയൊന്ന് മാറ്റണം എന്നുള്ളൊരു കാര്യം. നമ്മൾ എപ്പോഴും സയൻസ് പഠിക്കുമ്പോഴും ആ ഒരു ഫിലോസഫി, ആ ലൈഫിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ മറന്നു പോകാതെ അതും കൂടി നമ്മൾ താരതമ്യം ചെയ്തിട്ട് നമ്മൾ പഠിക്കുമ്പോഴാണ് അത് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുക. അതേപോലെ അത് സയൻസിനെ ലൈഫിൽ എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളൊരു ഫിലോസഫിക്കലായിട്ട് എടുത്താലാണ് കഴിയുക എന്നുള്ളത് അത് നന്നായിട്ട് പറഞ്ഞു തന്നു. അത് അതേപോലെ സയൻസ് എങ്ങനെ അപ്ലൈ ചെയ്യാം അതേപോലെ അത് സാറ് പറഞ്ഞു തന്നു. അതേപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ഈ എല്ലാ പറഞ്ഞ ടോപ്പിക്കും ജസ്റ്റ് പറഞ്ഞു തന്നല്ല, അതെല്ലാ പോയിൻറ്റിനായിട്ട് ലിങ്ക് ചെയ്തിട്ട് നന്നായിട്ട് മെമ്മറിയിൽ വെക്കാൻ പറ്റുന്ന പോലെയൊക്കെ തോന്നി. ഓരോ പോയിൻറ്റിനായിട്ട് ലിങ്ക് ചെയ്തിട്ട് നമ്മൾ കുറേ ജനറൽ നോളേജ് ഇതിൻ്റെ ഒപ്പം പറഞ്ഞു തന്നു. അപ്പോൾ ഇതൊക്കെ ഭയങ്കര വേറെ ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ക്ലാസ്സിനേക്കാളും ഭയങ്കരമായിട്ട് എന്താ പറയുക വ്യത്യാസമുണ്ട്. അത് നന്നായിട്ട് ഈ ഓരോ ടോപ്പിക്ക് പറഞ്ഞതൊക്കെ നന്നായിട്ട് മനസ്സിൽ നിൽക്കാനുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ട് വെച്ചിട്ട്.
ഇവിടെ വളരെ സക്സസ്ഫുള്ളായിട്ട് നടന്നു. വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു.